സ്നേഹമുള്ളവരെ, തൻ്റെ ജീവനായ കർത്താവിനെ അനുഭവിച്ചറിഞ്ഞ നിമിഷം മുതൽ ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ഒരു സഹോദരൻ്റെ ജീവിത അനുഭവം ആണ് തുടർന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അദ്ദേഹം ദൈവത്തെ എങ്ങനെ കണ്ടുമുട്ടിയെന്നും അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെയാണ് ഈശോ നയിക്കുന്നത് എന്നും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് കേൾക്കുവാൻ ദൈവം അവസരമൊരുക്കി തന്നിരിക്കുകയാണ്. ഇന്ന് തൻ്റെ ജീവിതാനുഭവം പങ്കുവയ്ക്കുവാൻ വേണ്ടി ഇവിടെ കടന്നു വന്നിരിക്കുന്നത് നിങ്ങൾക്കെല്ലാം ഏറെ സുപരിചിതനായതും കേട്ടിട്ടുള്ളതുമായ ബഹുമാനപ്പെട്ട കേരളത്തിലെ ആത്മീയ സംഗീത മേഖലകളിൽ വളരെ പ്രശസ്തനായ ബഹുമാനപ്പെട്ട പീറ്റർ ചേരാനെല്ലൂർ ബ്രദറാണ് ഇന്ന് നമ്മോട് തൻ്റെ ജീവിതാനുഭവം പങ്കുവയ്ക്കാൻ കടന്നു വന്നിരിക്കുന്നത്. അദ്ദേഹം കേരളത്തിനകത്തും പുറത്തും തൻ്റെ ജീവിക്കുന്നവനായ ദൈവത്തിൻ്റെ വചനം ഈ നാളിൽ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. അറിയപ്പെടുന്ന ഒരു സംഗീത സംവിധായകനും ഗാനരചയിതാവുമാണ്. ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ പാടുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരുപാട് ഗാനങ്ങൾ എങ്ങനെ വന്നു എന്നും അദ്ദേഹത്തെ ഈശോ എങ്ങനെ നയിച്ചു എന്നുള്ള ദൈവാനുഭവം തുടർന്നുള്ള നിമിഷങ്ങളിൽ നമുക്ക് കേൾക്കാം. കരങ്ങളടിച്ച് വചനവേദിയിലേക്ക് ബ്രദറിനെ ഏറ്റവും ബഹുമാനത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമുക്കെല്ലാവർക്കും കണ്ണുകളടച്ച് ഈശോയെ ഒന്ന് മനസ്സിൽ കാണാം. ദൈവം തന്ന നല്ല സുദിനം, ഈ നിമിഷത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. എത്രയോ വ്യക്തികൾ ഇന്ന് ലോകത്തിൻ്റെ ഇതര ഭാഗത്ത് ഒത്തിരി വേദനകളിലൂടെ കടന്നു പോകുന്നു, ഒത്തിരി ആകുലതകളിലൂടെ കടന്നു പോകുന്നു. എന്നാൽ ഇന്നിവിടെ നമ്മൾ ഈശോയെ സ്തുതിക്കുമ്പോൾ നമുക്കൊക്കെ തന്ന ഒത്തിരി നന്മകൾ, ദൈവം തന്ന ഒത്തിരി അനുഗ്രഹങ്ങൾ, ഇതിനൊക്കെ നമുക്ക് നന്ദി പറഞ്ഞ് ഇവിടെ ആയിരിക്കാം. ലോകം മുഴുവനും ഈ നിമിഷം ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ശക്തമായ കരം അവരുടെ മേൽ ഇറങ്ങി വരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വലിയ കൃപ ഒഴുകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ വേദനകളിലൂടെ കഴിഞ്ഞു പോകുന്ന ഒത്തിരി മക്കളുണ്ട്, അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒത്തിരി രോഗങ്ങളാൽ വലയുന്നവരെ നമുക്ക് ഓർക്കാം, സാമ്പത്തിക ഞെരുക്കങ്ങളാൽ വലയുന്നവരെ ഓർക്കാം. അവരെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവത്തെ അറിയാത്ത ഇടങ്ങളിലേക്ക് ദൈവത്തെ പകർന്നു കൊടുക്കുവാൻ അനേകം ശുശ്രൂഷകര് ഇറങ്ങിത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ കുറേ ശുശ്രൂഷകര്, ഒത്തിരി ശുശ്രൂഷകര് ദൈവരാജ്യത്തിന് വേണ്ടി കടന്നു വരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഗാനമാണ്, ദൈവ കുഞ്ഞാടെ ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നമുക്കെല്ലാവർക്കും ഇരുകരങ്ങളും ഒന്ന് വിരിച്ചു പിടിക്കാം. ഈശോയെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഒന്ന് ചേർന്ന് നമുക്ക് പാടാം. ദൈവകുഞ്ഞാടേ ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ചേർന്ന് പാടാം. ദൈവകുഞ്ഞാടേ ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഇരു കരങ്ങളും വീശി ഹല്ലേലൂയ ഹല്ലേലൂയ
പാടിക്കേ. ഹല്ലേലൂയ 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 ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. ചേർന്ന് പാടാം. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. ആമേൻ ആമേൻ യേശുനാഥ. ആമേൻ ആമേൻ ദൈവപുത്ര. ആമേൻ ആമേൻ സർവശക്താ നിത്യപിതാവേ. ചേർന്ന് പാടിക്കേ. ആമേൻ ആമേൻ യേശുനാഥ. ആമേൻ ആമേൻ ദൈവപുത്ര. ആമേൻ ആമേൻ സർവശക്താ നിത്യപിതാവേ. കരങ്ങൾ ഉയരട്ടെ. ആമേൻ ആമേൻ യേശുനാഥ. ആമേൻ ആമേൻ ദൈവപുത്ര. ആമേൻ ആമേൻ സർവശക്താ നിത്യപിതാവേ. ഇരുകരങ്ങൾ ഉയർത്തി. ഹല്ലേലൂയ 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 ആമേൻ. ചേർന്ന് പാടാം. ഹല്ലേലൂയ 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ മഹത്വം. രാജ്യത്തിൻ്റെ പട്ടാളക്കാരനാകാനായിട്ട് ആഗ്രഹിച്ച് നടന്ന എന്നെ ദൈവമെന്ന് ആത്മീയ രംഗത്ത് ഒരു സുവിശേഷ പ്രഘോഷകനായി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ശുശ്രൂഷകനായി, ഗാന ശുശ്രൂഷകനായി, കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു സംഗീത സംവിധായകനായി ഒക്കെ ഇന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് എന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. അത് നാശത്തിനല്ല, മറിച്ച് ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന ഒരു പദ്ധതിയാണ്. പ്രിയമുള്ളവരെ, കുഞ്ഞുനാളിൽ അമ്മയോടൊപ്പം ചേർന്ന് ഏകദേശം 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല ധ്യാനങ്ങളിലും പങ്കുചേരുവാനായിട്ട് എനിക്ക് സാധിച്ചു. അന്ന് മാത്യു നായ്ക്കർമ്മൻ്റെ ധ്യാനമാണ് ഏറ്റവും കൂടുതൽ ഞാൻ കൂടിയിട്ടുള്ളത്. അതിനു മുൻപ് 6ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അപ്പച്ചൻ മരിച്ചു. അപ്പച്ചൻ മരിച്ചതിന് ശേഷം അമ്മയുടെ തണലിലാണ് ഞങ്ങൾ 4 മക്കള് വളർന്നു വന്നത്. ആ കാലഘട്ടത്തിൽ ഒത്തിരി കഷ്ടപ്പാടുകളിലൂടെ ഞങ്ങൾ വളർന്നുവെങ്കിലും ഈ കഷ്ടപ്പാടുകളെയെല്ലാം ദൈവം നന്മയാക്കി മാറ്റി. വിശുദ്ധ വചനം പറയുന്നത് പോലെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്കും എല്ലാം സകലതും ദൈവം എന്തായിട്ട് മാറ്റും? നന്മയ്ക്കായിട്ട് മാറ്റും, നന്മയുള്ളതായിട്ട് മാറ്റും. ഇത് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഞാനും അനുഭവിച്ചത്. ഈ അനുഭവമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതെങ്ങനെയായിരുന്നു? ഞാൻ പറഞ്ഞു, അപ്പച്ചൻ്റെ ജോലിയായിരുന്നു സോൾജിയർ. അപ്പച്ചൻ ഒരു സോൾജിയറായിട്ട് ഇന്ത്യൻ ആർമിയിൽ വർക്ക് ചെയ്യുകയായിരുന്നു. പക്ഷേ
15 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നു. കുറേ നാളൊക്കെ ജീവിച്ചു. അതിനുശേഷം അപ്പച്ചൻ്റെ മരണമാണ്. പിന്നീട് അങ്ങോട്ട് എൻ്റെ കുടുംബത്തിൻ്റെ ചുമതലയെല്ലാം എൻ്റെ തലയിലാണ്. അപ്പം എങ്ങനെയെങ്കിലും കുടുംബം പുലർത്തണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഞാൻ മുന്നേറി. അപ്പം അമ്മയോട് പറഞ്ഞു, 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്നുള്ള ഐഡിയ ഇല്ല. കാരണം ഒത്തിരി കഷ്ടപ്പാടുകളായിരുന്നു ആ കാലഘട്ടങ്ങളിൽ. പ്രിയമുള്ളവരെ, അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞത് ITIയിൽ ചേർന്ന് എന്തെങ്കിലും ഒരു ട്രേഡ് എടുത്ത് അതിനുശേഷം നമുക്ക് ഏതെങ്കിലും ജോലിയിൽ കയറാം. അങ്ങനെയായിരുന്നു. അങ്ങനെ IT പഠിച്ചു. IT പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ 2 തവണ മിലിറ്ററിയിൽ ഇന്റർവ്യൂവിന് പോയി. ഈ 2 തവണയും ഞാൻ മെഡിക്കലി അൺഫിറ്റായി. ഫിസിക്കൽ ടെസ്റ്റ് എല്ലാം പാസ്സായി. പക്ഷെ മെഡിക്കലി വന്നപ്പോൾ എൻ്റെ ചെവിക്ക് ഇയർ ഡ്രമ്മിന് ഒരു ഹോൾ ഉണ്ടായിരുന്നു. ഈ ഹോള് എന്നെ മെഡിക്കൽ ചെക്കപ്പ് നടത്തിയ ഓഫീസർ കണ്ടെത്തി. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, താങ്കൾക്ക് ഒരു ഡിഫൻസിലും കിട്ടത്തില്ല, അതുകൊണ്ട് താങ്കൾ മറ്റേതെങ്കിലും ഫീൽഡ് നോക്കിക്കോളാം. അങ്ങനെ ഞാൻ 2 പ്രാവശ്യവും വിഷമത്തോടു കൂടിയാണ് വീട്ടിലേക്ക് മടങ്ങിയത്. 2ാം തവണ അമ്മച്ചിയുടെ അടുക്കൽ ഇത് ഞാൻ ഷെയർ ചെയ്തതിന് ശേഷം അമ്മ എൻ്റെ അടുക്കൽ പറഞ്ഞു, മോനൊരു കാര്യം ചെയ്യും, 2 പ്രാവശ്യം ഇന്റർവ്യൂവിന് തോറ്റു. ഇനി ഒരു ഇന്റർവ്യൂവിന് പോകുന്നതിന് മുൻപ് ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനൊരു താമസിച്ചുള്ള റിട്രീറ്റ് കൂടുകയാണ്. ഡിവൈൻ സെന്റർ തുടങ്ങിയ കാലഘട്ടത്തിൽ, ഏകദേശം 89 കാലഘട്ടത്തിലാണെങ്കിലും 90-ലാണ് ഞാൻ അവിടെ പോയി ധ്യാനം കൂടുന്നത്. ഈ ധ്യാനത്തിൻ്റെ 3-ാം ദിവസം കൗൺസിലിംഗ് ടൈം ഈശോ ഒരു കാര്യം വെളിപ്പെടുത്തി. പീറ്ററിന് പാടുവാനുള്ള കഴിവുണ്ട്. ഈ കഴിവ് ദൈവത്തിന് വേണ്ടി കൊടുക്കുവാനായിട്ടാണ് കൗൺസിലർ എന്നോട് പറഞ്ഞത്. എൻ്റെ ഉള്ളിലുള്ള ഈ കഴിവ് കൗൺസിലർക്ക് അറിയില്ല, പക്ഷേ എങ്ങനെ അറിഞ്ഞു എന്നതായിരുന്നു എൻ്റെ ചിന്ത. അപ്പോഴാണ് ഏതോ ഒരു വ്യക്തി എന്നെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. അപ്പോഴാണ് ഞാൻ ശരിക്കും ദൈവത്തെക്കുറിച്ച് കൂടുതൽ ആഴമായിട്ട് സ്റ്റഡി ചെയ്യുന്നത്. നമ്മൾ അറിയാത്ത പല കാര്യങ്ങളും, നമ്മൾ ചിന്തിക്കാത്ത പല കാര്യങ്ങളും ദൈവം പല വ്യക്തികളിലൂടെ, ദർശനങ്ങളിലൂടെ, പ്രവചനങ്ങളിലൂടെയൊക്കെ നമുക്ക് വെളിപ്പെടുത്തി തരും. അങ്ങനെ കൗൺസിലറിലൂടെ എൻ്റെ കാര്യം വെളിപ്പെടുത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് എൻ്റെ ഗാനങ്ങൾ അല്ലെങ്കിൽ എൻ്റെ പാട്ടുപാടുവാനുള്ള കഴിവ് ദൈവത്തിന് കൊടുക്കുക എന്ന് ഈ കൗൺസിലർ പറഞ്ഞപ്പോൾ അത് ദൈവഹിതമായിട്ട് ഞാൻ നെഞ്ചിലേറ്റു. അങ്ങനെ ധ്യാനം കഴിഞ്ഞ് ലാസ്റ്റ് ഡേയിൽ പനക്കലച്ഛൻ്റെ അടുക്കൽ ചെന്ന് കാര്യം പറഞ്ഞു, എനിക്കിങ്ങനെ പാടുവാനുള്ള കഴിവ് ചെറുതായിട്ടുണ്ട്. കൗൺസിലിംഗ് നടത്തിയപ്പോൾ ഈശോ പറയുന്നു, ഈ കഴിവിനെ ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കുക എന്നതാണ് പറയുന്നത്. ഞാൻ എന്ത് ചെയ്യണം അച്ഛാ? അപ്പം അച്ഛൻ പറഞ്ഞത്, ദൈവം അങ്ങനെ മെസ്സേജ് തന്നെങ്കിൽ അതുപോലെ ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാനെന്നാ ഇവിടുത്തെ ശുശ്രൂഷയിൽ പങ്കുചേരട്ടെ എന്ന് ചോദിച്ചു. വളരെ സന്തോഷത്തോടുകൂടി അച്ഛൻ പറഞ്ഞു, മോനൊരു കാര്യം ചെയ്യും, ഇവിടുത്തെ പാട്ടുകാരായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞു. അന്ന് അവിടെ പാട്ടുപാടിയിരുന്ന ആന്റണി ഫെർണാണ്ടസും ടീമംഗങ്ങളുമാണ്. അങ്ങനെ അവരുടെ അടുക്കൽ ചെന്ന് ഞാൻ എൻ്റെ ഈ കാര്യം പറഞ്ഞു. അപ്പം അവർ വളരെ സന്തോഷത്തോടുകൂടി എന്നെ സ്വീകരിച്ചു. അവിടുത്തെ ശുശ്രൂഷകനായിട്ട് നിൽക്കണമെങ്കിൽ നിൽക്കാം, ഇല്ലെങ്കിൽ മറിച്ചൊരു തീരുമാനം ഞങ്ങൾ പറയാം, അവിടെ പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. പോട്ട ആശ്രമത്തിൽ ഗാന ശുശ്രൂഷയ്ക്ക് അവിടുത്തെ അച്ഛന്മാർ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആന്റണി ഫെർണാണ്ടസിനും ടീമങ്ങളോടും അവിടുത്തെ അച്ഛന്മാർ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും കഴിവുള്ള വ്യക്തികൾ പാടുവാനായിട്ട് കടന്നു വരികയാണെങ്കിൽ അവരെ അങ്ങോട്ടേക്ക് റെക്കമെൻഡ് ചെയ്യണമെന്ന്. അങ്ങനെ ഇവർ പോട്ട ആശ്രമത്തിലേക്ക് എന്നെ റെക്കമെൻഡ് ചെയ്തു. അങ്ങനെ ഞാൻ പോട്ട ആശ്രമത്തിൽ ചെന്നു. അന്ന് മാത്യു ലെവങ്കിൽ അച്ഛനായിരുന്നു അവിടുത്തെ അസിസ്റ്റന്റ് ഡയറക്ടർ. അച്ഛനെ പോയി കണ്ടു. അച്ഛൻ സന്തോഷത്തോടു കൂടി എന്നെ അവിടെ സ്വീകരിച്ചു. ഞാൻ അവിടുത്തെ ശുശ്രൂഷകനായി. പിന്നീട് അങ്ങോട്ട് അവിടുത്തെ ഗാന ശുശ്രൂഷകളിൽ, അവിടുത്തെ ഓരോ ധ്യാനങ്ങളിലും പ്രാർത്ഥനകളിലും ഒക്കെ പങ്കുചേർന്നു. അവിടെ നിന്ന് പുറപ്പെടുന്ന പോപ്പുലർ മിഷൻ ധ്യാനങ്ങൾ, കൺവെൻഷനുകൾ, ഇവിടെയൊക്കെ ഞാൻ പാടുവാൻ തുടങ്ങി. പാടാൻ തുടങ്ങിയപ്പോൾ ദൈവം ഈ സമയത്ത് ഞാൻ അറിയാതെ എന്നിലേക്ക് മറ്റൊരു അനുഗ്രഹം തന്നു. അത് മറ്റൊന്നുമല്ല, സംഗീത സംവിധാനം ചെയ്യുവാനുള്ള കൃപയാണ്. അത് ഞാൻ അവിടുത്തെ
പരിശുദ്ധ കുർബാനയിലും ദിവ്യകാരുണ്യ ആരാധനയിലും സജീവമായപ്പോഴാണ് ഈ കൃപ എന്നിലേക്ക് കടന്നു വന്നത്. ഇത് ഞാൻ അറിയാതെ എന്നിലേക്ക് കടന്നു വന്ന ഒരു കൃപയാണ്. അതിനു മുൻപ് ഞാൻ പാട്ടൊന്നും സംഗീതം ചെയ്യില്ലായിരുന്നു. പാട്ട് പാടും, പക്ഷെ സംഗീതം ചെയ്യും. അങ്ങനെ ഞാനൊരു സംഗീത സംവിധായകനായി മാറുകയും ആദ്യമായിട്ട് ഞാനൊരു പാട്ട് ചെയ്തു. ആ പാട്ട് ഞാനൊന്ന് പാടാം. മാമരച്ചില്ലകളെ പാടൂ ഓശാന ഓശാന, വയലിലെ ലില്ലികളെ പാടൂ ഓശാന ഓശാന, വിണ്ണിൽ നിന്നൊഴിയിൽ വന്നൊരു നാഥൻ പാടിപ്പുകഴ്ത്തുന്നു മണ്ണിലെ മക്കൾ ഓശാന ഓശാന ഓശാന. ഇതാണ് ഞാൻ ആദ്യമായിട്ട് സംഗീതം ചെയ്യുന്നത്. അന്ന് എത്ര പേരത് കേട്ടു എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, ഈ ഗാനം ഉൾപ്പെടെ ഒരു 10 പാട്ടുകൾ അന്ന് കാസറ്റായിട്ട് ഇറങ്ങിയ ആശ്വാസ വചനങ്ങൾ എന്നാണ് ഈ കാസറ്റിന്റെ പേര്. അത് റിലീസ് ചെയ്തതിന് ശേഷം കാസറ്റ് രംഗത്തെ പല പ്രൊഡ്യൂസേഴ്സും എന്നെ തേടി വരാൻ തുടങ്ങി. അപ്പം ഞാൻ തീരുമാനിച്ചു, ഒത്തിരി പേര് കടന്നു വരാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കുറെ ഗാനങ്ങൾ ചെയ്ത് ഒത്തിരി CD അടുപ്പിച്ചിറക്കുന്നതിനോട് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു വിലയില്ലാത്ത അവസ്ഥ വരുമെന്ന് കണ്ടുകൊണ്ട് ഞാൻ തന്നെ ഒരു തീരുമാനമെടുത്തു. വർഷത്തിൽ 1-2 CD, അതിനപ്പുറത്ത് CD-കളില്ല. അങ്ങനെ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോയി. പക്ഷേ അത് CD-ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു കമ്പോസ് ചെയ്യാൻ വേണ്ടി തന്നെ ഇരിക്കുന്ന ഒരു പ്രവണത മാറ്റി, മറിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ ഈശോ തരുന്ന പാട്ടുകളെ കോർത്തിണക്കി ഒത്തിരി ഗാനങ്ങളായി കഴിയുമ്പോൾ അതൊരു ആൽബമാകും. അങ്ങനത്തെ ഒരു തീരുമാനത്തിലാണ് ഞാൻ മുന്നോട്ട് പോയത്. ആയതുകൊണ്ട് തന്നെ ഒത്തിരി പാട്ടുകൾ ദൈവം എനിക്ക് തന്നുകൊണ്ടേയിരുന്നു. അത് പല ആൽബങ്ങളായിട്ട് പിന്നെ പുറത്തു വന്നു. അതിലെ ചില പാട്ടുകൾ നിങ്ങളെ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുവാനായിട്ട് ഞാനൊന്ന് മൂളാം. സായുജ്യം എന്ന ഒരു ആൽബത്തിലെ ഒരു പാട്ടാണ്. ജീവിതത്തോണി തുഴഞ്ഞു തുഴഞ്ഞു തളർന്നപ്പോ തുണയായി വന്നവനീശു, ദുഃഖത്തിൻ ചുഴിയിൽ മുങ്ങി മുങ്ങി താണപ്പോ തീരം ചേർത്തവനീശു. പിന്നീട് അങ്ങോട്ട് പ്രപഞ്ചം എന്ന ആൽബം ഇറങ്ങി. അതിലേതാനും കുറെ പാട്ടുകൾ പാടും. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓർമ്മ വരുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ പാടുന്നത്. അതിനുശേഷം ഇതെങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. സാഗരങ്ങളെ ശാന്തമാക്കിയും ശക്തനായവൻ കൂടെയുണ്ട്, ഇന്നും എൻ്റെ കൂടെയുണ്ട് കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല ഞാൻ ഭയപ്പെടില്ല, ഇന്നും എൻ്റെ കൂടെയുണ്ട് കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല ഞാൻ ഭയപ്പെടില്ല. കേട്ടിട്ടുള്ളവരൊന്ന് കൈപൊക്കി. ഇവിടെ ഇരിക്കുന്ന ഒരു 100% പേര് കൈപൊക്കിയിട്ടുണ്ട്. എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി അങ്ങോട്ട് ഞാൻ ഓരോ പാട്ടുകൾ പാടാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാം. ഒഴുകി 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 ദൂരത്തെങ്ങോ പോ, എൻ്റെ ഘോരവേദനകൾ ദൂരത്തെങ്ങോ പോ, ഒഴുകി 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 ദൂരത്തെങ്ങോ പോ, എൻ്റെ ഘോരവേദനകൾ ദൂരത്തെങ്ങോ പോ. കേട്ടിട്ടുള്ളവരൊന്ന് കൈവയ്ക്കേ. അതെ, ഒത്തിരി പേര് കേട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എഫ്രായിം നീ എൻ്റെ വത്സലപുത്രൻ, പൊന്നോമന കുട്ടൻ നീ, പഠിക്കേ. നിന്നോടുള്ള സ്നേഹം അവർണ്ണനീയം, നിന്നോർമ്മ ഇന്നുള്ളില്ല ജഞ്ചലവും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ ഹല്ലേലൂയ. കൂടുവിട്ടോടി ആടിലൊരെണ്ണം, മുൾച്ചെടിക്കാട്ടിൽ മുൾപടർപ്പും,
പടർപ്പിൽ. കേട്ടുള്ളൊരു കൈവയ്ക്ക് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇടയനെ വിളിച്ചു ഞാൻ കരഞ്ഞപ്പോ ഉടനവനരികിൽ അണഞ്ഞരുളി. കേട്ടോ? ആ കൈവയ്ക്ക്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒന്നു വിളിച്ച ഓടി എൻ്റെ അരികിലെത്തും, ഒന്ന് സ്തുതിച്ച അവനെൻ്റെ മനം തുറക്കും, ഒന്നു കരഞ്ഞ ഓമനിച്ചൻ മിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. എത്ര പേര് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മോഹത്തിന്റെ തേരിലേറി പോകരുതേ, ലോകത്തിന്റെ വീതിയിൽ വീഴരുതേ. മോക്ഷത്തിന്റെ മാർഗം ഞാൻ തുറന്നു തരാം, സ്വർഗത്തിന്റെ തോണിയിൽ തുഴഞ്ഞു നീങ്ങാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആകാശം മാറും, ഭൂതലവും മാറും, ആദി മുതൽക്കേ മാറാതുള്ളത് നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ള തിരുവചനം മാത്രം. ഹല്ലേലൂയ. ഒരു ജന്മം, ഒരേ ഒരേ ഒരു ജന്മം. കേട്ടിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഒത്തിരി ഒത്തിരി സ്നേഹിച്ചോരെല്ലാം ഒത്തിരി നൊമ്പരം തന്നിടുമ്പോ. പഠിക്കേ. ഒത്തിരി ഒത്തിരി സ്നേഹിച്ചോരെല്ലാം ഒത്തിരി നൊമ്പരം തന്നിടുമ്പോൾ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ നിന്നോടു കൂടെ വാഴുന്നു, രാവും പകലും വാഴുന്നു, ദൈവം നിന്നിൽ വാഴുന്നു. ഹല്ലേലൂയ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെയോ തെന്നും. നിങ്ങൾ പാടിയേ. ഒന്നുകൂടെ ഉറക്കെ പാടിയേ. ഇസ്രായേലിൻ നാഥനാ വാഴുമീക ദൈവം, സത്യജീവമാർഗമാണു ദൈവം, മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹ ദൈവം, നിത്യജീവനേകിടും ദൈവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇങ്ങനെ തുടങ്ങുന്ന ഏകദേശം 1500-ൽ പരം ഗാനങ്ങൾ ചെയ്യുവാൻ സർവശക്തനായ ദൈവം ഈ ഒന്നുമല്ലാത്ത വട്ടപൂജ്യത്തെ കൊണ്ട് ചെയ്യിപ്പിച്ചു, അല്ലെങ്കിൽ ഉപയോഗിച്ചു. അതാണ് എൻ്റെ പിന്നിലെ ഒരു സത്യം. അപ്പൊ ഞാനൊന്ന് പറയട്ടെ. സംഗീതം ABCD പഠിച്ചിട്ടില്ല, എന്ന് വെച്ചാൽ സംഗീതം ശാസ്ത്രീയമായിട്ട് ഞാനൊന്നും പഠിച്ചിട്ടില്ല, ആധികാരികമായിട്ട് ഒന്നും പഠിക്കാത്ത ഒരു സംഗീത സംവിധായകനാണ് ഞാൻ. എന്ന് വെച്ചാൽ ശാസ്ത്രീയ സംഗീതം പഠിക്കാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെ സംഗീത സംവിധാനം നിർവഹിക്കാൻ പറ്റുമെന്ന് പലരും എന്നോട് ചോദിക്കാറുള്ള ഒരു ചോദ്യം. ഇത്രയുള്ള പ്രിയമുള്ളവരെ, ദൈവത്തിൽ ആശ്രയിച്ചാൽ സാധിക്കാത്തതായിട്ടൊന്നുമില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒന്ന് ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.
അപ്പോൾ ദൈവത്തിൽ നമ്മൾ നമ്മുടെ കഴിവുകളെ സറണ്ടർ ചെയ്യണം. അപ്പോൾ നമ്മളുടെ കഴിവിലേക്ക് ഈശോയുടെ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ നമ്മൾ എന്താവും? നമ്മൾ ശക്തി പ്രാപിക്കും. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1 എന്താ പറയുന്നത്? പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും, ജെറുസലേമിലും യൂദയായിലും സമരിയായിലും ലോകത്തിന്റെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായി തീരുമെന്ന് വചനം പറയുക. ഞാനെന്ന വ്യക്തിക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. ബേബി ജോൺ കലയന്താനിയും ഞാനും ഒരുമിച്ചാണ് ഏറ്റവും കൂടുതൽ പാട്ടുകൾ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെ എപ്പോഴും എവിടെയും പറയാറുള്ള കാര്യമാണ്, ഞങ്ങൾ ശാസ്ത്രീയ സംഗീതമായ ഒന്നും അഭ്യസിക്കാത്ത സാധാരണ വ്യക്തികളാണ്. പക്ഷെ ഞങ്ങളെ ദൈവം ഉപയോഗിക്കുന്നു. എന്തിനു വേണ്ടി? ദൈവരാജ്യ മഹത്വത്തിന് വേണ്ടി, അനേകം ആത്മാക്കളെ നേടിയെടുക്കുന്നതിന് വേണ്ടി. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഈശോയുടെ ഗാനങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് താല്പര്യമില്ലാഞ്ഞിട്ടല്ല, സിനിമാ രംഗത്തേക്ക് പോകാനായിട്ട് താല്പര്യമില്ലാഞ്ഞിട്ടൊന്നുമല്ല, താല്പര്യമുണ്ട്. പക്ഷേ ദൈവത്തിന് ഞങ്ങളുടെ മേലൊരു പദ്ധതിയുണ്ട്, ഞങ്ങളുടെ മേലൊരു നിയോഗമുണ്ട്. ഈ നിയോഗം എന്താണ് എന്ന് രുചിച്ചറിഞ്ഞ നിമിഷം മുതൽ ഞങ്ങൾ ഒരു തീരുമാനമെടുത്തു, ഈശോയ്ക്ക് വേണ്ടി മാത്രം ഗാനങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക. അതുവഴി ഒത്തിരി ആത്മാക്കളെ ഈശോയിലേക്ക് അടുപ്പിക്കുക. ഇതായിരുന്നു ഞങ്ങളുടെ തീരുമാനം. അങ്ങനെ ഇരിക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് പല വ്യക്തികളും ഞങ്ങളുടെ അടുക്കൽ സമീപിക്കുമായിരുന്നു, പീറ്ററെ എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സ് മാത്രമായിട്ട് മുന്നോട്ട് പോകുന്നത്? എന്തുകൊണ്ട് പീറ്ററിന്റെ കഴിവുകൾ ഇതര മേഖലകളിൽ ഉപയോഗിച്ചുകൂടാ? അങ്ങനെയൊക്കെ ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഒത്തിരി പേര് കടന്നു വന്ന് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സൊന്ന് ചാഞ്ചാടി. അങ്ങനെ ഒരു 12 വർഷങ്ങൾക്ക് മുൻപ് ഒരു പ്രൊഡ്യൂസർ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, പീറ്ററെ ഞാനൊരു വ്യത്യസ്ത ആൽബം പിടിക്കാൻ തയ്യാറാണ്. എന്ന് വെച്ചാൽ ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ അല്ലാത്ത ഒരു ഫാൻറ്റസി മൂടുള്ള പാട്ടുകളായിരിക്കണം, അങ്ങനെ ഒരു ആൽബം ചെയ്യണം. അതിന് ഞാൻ എത്ര പൈസ വേണമെങ്കിലും മുടക്കിക്കോളാം, പീറ്റർ തയ്യാറാണോ എന്ന് ചോദിച്ചു. ആദ്യം ഞാൻ പിന്മാറിയെങ്കിലും പിന്നീട് അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ട് ഞാൻ സംഗീതം ചെയ്യുവാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഈ ആൽബത്തിൽ നാടൻ പാട്ടുകൾ, ലവ് സോങ്സ്, ചിൽഡ്രൻ സോങ്സ്, ഇങ്ങനെ വിവിധ കാറ്റഗറിയിലുള്ള പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തെന്നൽ എന്ന ഒരു ടൈറ്റിലിട്ട് ആൽബം ഇറക്കി. തെന്നൽ പോലെ. തെന്നൽ എന്താണ് അർത്ഥം? തെന്നൽ എന്ന് പറഞ്ഞാൽ കാറ്റ്. പക്ഷെ തെന്നൽ ഒരു കൊടുങ്കാറ്റായി മാറി. ആ കൊടുങ്കാറ്റിൽപ്പെട്ട് ഈ തെന്നൽ തകർന്നു പോയി, തെന്നിപ്പോയി. എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വിളിയും നിയോഗവും മനസ്സിലാക്കാതെ ഞാൻ ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അതിലെ പാട്ടുകളൊന്നും മോശമല്ലായിരുന്നു. അതിലൊരു ട്യൂണ് ഞാൻ വന്ന് പാടിത്തരാം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മഞ്ഞമന്താരം പൂത്തു, മഞ്ഞക്കണിക്കൊന്ന പൂത്തു, മഞ്ഞക്കിളിപ്പെണ്ണെ വാവാ, ചൂളമടിക്കാൻ ഭാവാ. കേട്ടിട്ടുണ്ടോ? മഞ്ഞമന്താരം കേട്ടിട്ടുണ്ടോ? ഈ വേർഡ്സിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ വേർഡ്സിൽ നിങ്ങൾ കേട്ടിട്ടില്ല, പക്ഷെ ഇതിന്റെ ട്യൂൺ നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? അത് ഞാൻ പറയാം. അപ്പൊ ഈ വേർഡ്സിൽ ഇത് ഇറക്കിയപ്പോൾ നല്ല ട്യൂണല്ലേ? എന്നിട്ട് എന്തുകൊണ്ട് പരാജയപ്പെട്ടു? എന്തുകൊണ്ട് പരാജയപ്പെട്ടു പോയി? അതിന്റെ വേർഡ്സ് മഞ്ഞമന്താരം പൂത്തു, മഞ്ഞക്കണിക്കൊന്ന പൂത്തു, മഞ്ഞക്കളിപ്പെണ്ണെ വാവാ, ചൂളമടിക്കാൻ വാവാ, ഇങ്ങനെയാണ് വേർഡ്സ് എഴുതിയത്. ആ വേർഡ്സും കേൾക്കാൻ നല്ല രസമല്ലേ? പക്ഷെ എന്തുകൊണ്ട് പരാജയപ്പെട്ടു? ഒരു ലൈറ്റ് മ്യൂസിക് എന്നുള്ള രീതിയിൽ അത് വേണമെങ്കിൽ വളരെ ഹിറ്റാകാമായിരുന്നു. പക്ഷെ അന്ന് അത് ഹിറ്റായില്ല, ആരും അത് വാങ്ങിച്ചില്ല. അപ്പൊ ഞാൻ അന്വേഷിച്ചു എന്തുകൊണ്ടാണ് ഈ കാസറ്റ് പരാജയപ്പെട്ടത്, എന്തുകൊണ്ടാണ് ഇതിലെ പാട്ടുകൾ ആരും സ്വീകരിക്കാതിരുന്നത്. കടകൾ തോറും അന്വേഷിച്ചു. പല കടകളിൽ നിന്നുള്ള ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിയത് മറ്റൊന്നുമല്ല, പീറ്റർ ചേരാനല്ലൂർ എന്ന വ്യക്തിയിൽ നിന്ന് ദൈവജനം ആഗ്രഹിക്കുന്നത് ഈശോയുടെ ഗാനങ്ങളാണെന്നാണ് ഒത്തിരി മക്കളും പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പക്ഷേ അത് ഞാൻ കേട്ടപ്പോൾ അന്ന് ഞാൻ സന്തോഷിച്ചു. എങ്കിലും ആദ്യമൊക്കെ എനിക്ക് നിരാശയായിരുന്നു. കാരണം എന്നിൽ നിന്ന് എന്തുകൊണ്ട് മറ്റു ഗാനങ്ങൾ ഈ ദൈവജനം ഇഷ്ടപ്പെടുന്നില്ല? അതെന്താണ്? ഞാൻ ആകെ ഗ്ലൂമി ആയിരുന്നു. കുറെ നാൾ ഞാൻ പാട്ടുകളൊന്നും ചെയ്യുന്നില്ല എന്നുള്ള തീരുമാനത്തിൽ മുന്നോട്ട് പോയി. പക്ഷേ അക്രൈസ്തവനായ ഒരു കടക്കാരൻ എൻ്റെ അടുക്കൽ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്.
പീറ്റർ ക്രിസ്ത്യൻ ഡിവോഷണൽ ചെയ്യുമ്പോൾ അതിനൊരു ആത്മീയ ഉണർവുണ്ട്. അതെല്ലാവരും ഏറ്റുപാടുന്നുണ്ട്, ഒത്തിരി പേര് ഇഷ്ടപ്പെടുന്നുണ്ട്. എന്താണെന്നൊന്നും എനിക്കറിയില്ല, ഞാനും ഇഷ്ടപ്പെടുന്നു, പീറ്ററിന്റെ ഗാനങ്ങൾ ഞാനും ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ ഈ അക്രൈസ്തവനായ വ്യക്തിയും പറയാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, എന്തുകൊണ്ട് എല്ലാ മേഖലകളും എൻ്റെ ഈ ക്രിസ്ത്യൻ ഡിവോഷണൽ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ ജാതി മതഭേദമന്യേ പാടിയൊരു പാട്ടാണ് ഇസ്രായേലി നാഥൻ. നിങ്ങൾക്കറിയാമല്ലോ, ഇന്ന് ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ ഏതൊക്കെ രാജ്യങ്ങളിൽ ഞാൻ പോയിട്ടുണ്ടോ അവിടെയൊക്കെ ഹിന്ദുസും മുസ്ലിംസും എന്താ പറയുക ക്രിസ്ത്യൻസും എന്ന് വേണ്ട ഇതര മത വിഭാഗക്കാരും ഈ ഗാനത്തെ നെഞ്ചിലേറ്റു വാങ്ങിയെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്, നിയോഗമുണ്ട്. എന്നിലൊരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു നിയോഗമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ കഴിവുകളെ എവിടെ കൊടുക്കണമെന്ന് ദൈവം ആദ്യമേ തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ ഞാൻ കൊടുക്കാതെ മറ്റു മേഖലയിൽ എവിടെയൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടോ അതെല്ലാം പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ തെന്നൽ എന്ന ആൽബം പരാജയപ്പെടാനായിട്ട് കാരണം ദൈവ നിയോഗമല്ലായിരുന്നു, ദൈവത്തിൻ്റെ പദ്ധതി അല്ലായിരുന്നു. അതാണ് അതിൻ്റെ സത്യം. അങ്ങനെ ഞാൻ പിന്നീട് തീരുമാനമെടുത്തു, ഇനി ഒരിക്കലും മറ്റൊരു മേഖലയിലേക്ക് എൻ്റെ കഴിവുകൾ കൊടുക്കില്ല. അനേകം പേര് സിനിമാ രംഗത്ത് തന്നെ സമീപിച്ചു. സിനിമാ രംഗത്ത് നിന്നും ഒത്തിരി പേര് സമീപിച്ചത് അവർക്ക് മ്യൂസിക് ചെയ്യുവാനാണ്. പലരും ചോദിക്കാറുണ്ട്, പീറ്റർ എന്തുകൊണ്ടാണ് സിനിമയ്ക്കൊന്നും സംഗീതം ചെയ്യാത്തതെന്ന്. അപ്പം ഞാൻ ചെയ്യാതിരുന്നതിന് കാരണം ഈ തെന്നൽ എന്ന ആൽബത്തിൻ്റെ പരാജയ കാരണമൊക്കെ ഞാൻ അവരുടെ അടുത്ത് പറയും. കുറേ പേർക്കൊക്കെ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാവും, ചിലരൊക്കെ അതിനെ നിരാകരിക്കും. രണ്ട് വിഭാഗം ഉണ്ടല്ലോ, എന്തിനും ഏതിനും വിമർശിക്കാനും അത് ഏറ്റു പറയാനും ഒക്കെ. പക്ഷെ ഞാനത് ചെവി കൊള്ളാറില്ല. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, എന്നിലെ വിളിയും നിയോഗവും ഞാൻ മനസ്സിലാക്കി മുന്നോട്ട് പോയപ്പോൾ ദൈവം അവിടെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരം നീട്ടി ആ തൊട്ടതിനെയെല്ലാം ഹിറ്റാക്കി മാറ്റി. അതിന് നല്ലൊരു കൈയ്യടി ഈശോയ്ക്ക് കൊടുക്കുക, എനിക്ക് വേണം. പ്രിയമുള്ളവരെ, ഓർക്കുക, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യണം. എങ്ങനെ വിശ്വസിക്കണം? പിതാവായ ദൈവം മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ചുവെന്ന് നീ നിന്റെ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഇത് വചനം പറയുന്നതാണ്. അപ്പൊ യേശുവിനെ കർത്താവും രക്ഷകനുമായി നമുക്ക് ഉയർത്തിപ്പിടിക്കുവാനായിട്ട്, നമ്മുടെ ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കുവാനായിട്ട് നമുക്ക് പറ്റണം. പ്രിയമുള്ളവരെ, ഇത് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ എവിടെയൊക്കെ ഞാൻ മഹത്വപ്പെടുത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ ഈശോ ഞങ്ങളെയും മാനിച്ചിട്ടുണ്ട്. അപ്പോൾ മാനിച്ചുയർത്താൻ അധികം നേരമൊന്നും വേണ്ട. ഞങ്ങൾ എവിടെയൊക്കെ തഴയപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ യേശു ക്രിസ്തു ഞങ്ങളെ മാനിച്ച് ഉയർത്തിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെ ഞാനിങ്ങനെ മുന്നോട്ട് പോയി. ഈ തെന്നൽ എന്ന ആൽബത്തിലെ ഓരോ ഗാനങ്ങളും ഈശോയ്ക്ക് കൊടുക്കുകയാണ്. മഞ്ഞമന്താരം എന്ന വേർഡ്സ് എടുത്ത് മാറ്റി അതിന് ഇപ്രകാരം ഞാനും ബേബി ജോൺ കല ഒരിക്കലും ഞാൻ ബേബി ജോൺ കലയെ തന്നെ വിളിച്ചു വരുത്തി, സഹോദരൻ എനിക്ക് പാട്ടുകൾ ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഒരു മൂഡ് കിട്ടുന്നില്ല, സഹോദരൻ വാ നമുക്കൊന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങി മുന്നോട്ട് പോകാം. അങ്ങനെ അദ്ദേഹം കടന്നു വന്നു. ഞങ്ങൾ ഒരു ദിവസം വിശുദ്ധ കുർബാനയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതാണ്, സഹോദര പേടിക്കണ്ട, തെന്നൽ എന്ന ആൽബത്തിലെ ഓരോ പാട്ടുകളും അതിൻ്റെ വേർഡ്സ് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഈശോയ്ക്ക് വേണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച്, ബേബിയും ഞാനും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ബേബി ഇപ്രകാരം എഴുതി: കുഞ്ഞിളം കൈകൾ കൂപ്പി ഹല്ലേലൂയ ഞങ്ങൾ പാടാം, ഈശോയെ നീയൊന്നും വാവാ കൂടെ കളിക്കാൻ ഭാവാ. കുഞ്ഞിളം കൈകൾ കൂപ്പി ഹല്ലേലൂയ ഞങ്ങൾ പാടാം, ഈശോയെ നീയൊന്നും വാവാ കൂടെ കളിക്കാൻ ഭാവാ. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് ഈ ഗാനങ്ങൾ കേട്ടുന്നൊന്ന് പറഞ്ഞേ. കണ്ടോ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഒന്ന് വലതുകരം ഒന്ന് ഉയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ. പിന്നീട്
ഈ ആൽബത്തിലെ ഓരോ ഗാനങ്ങളും എടുത്ത് ദൈവത്തിന് വേണ്ടി കൊടുത്തപ്പോൾ അത് ദൈവരാജ്യ മഹത്വത്തിന് വേണ്ടി ഒത്തിരി ദൈവജനം ഏറ്റുപാടുകയും ഡാൻസ് ചെയ്യുകയും എന്താ പറയുക, കൺവെൻഷനുകളിലൊക്കെ കൈയടിച്ച് പാടുകയും ഒക്കെ ചെയ്തപ്പോഴാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇത് വ്യർത്ഥമായി പോയില്ല. ഞങ്ങൾ ചെയ്തത് ചുമ്മാ പാഴായി പോയില്ല. അനേകം ആത്മാക്കളെ നേടിയെടുക്കുവാൻ ദൈവം ഈ പാട്ടുകളെ ഉപയോഗിച്ചു. ഞാനിന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എങ്ങനെയാണെന്നറിയും? അതായത് പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഓരോരുത്തർ ഏതെങ്കിലും ഒരു പാട്ടിനെ കുറിച്ച് അവരുടെ ഫീഡ്ബാക്ക് എന്നോട് പറയും. ഒന്ന് വിളിച്ചാൽ ഓടി എൻ്റെ അരികിലെത്തും. അതുപോലെ ജീവിതത്തോണി, അതുപോലെ എൻ്റെ മുഖം വാടിയാൽ, കേട്ടിട്ടില്ലേ? എൻ്റെ മുഖം വാടിയാൽ ദൈവത്തിൻ മുഖം വാടും, ഈ പാട്ട്. അതുപോലെ ഇടയനെ വിളിച്ചു കരഞ്ഞപ്പോൾ ഒത്തിരി ഒത്തിരി സ്നേഹിച്ചു. പെറ്റമ്മ മറന്നാലും, കേട്ടിട്ടില്ലേ? മറക്കാത്ത സ്നേഹമേ. ഇതിനെക്കുറിച്ചൊക്കെ ഒത്തിരി ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള പാട്ടാണ്. പിന്നെ ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ, പടിയേ. ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും, കുഞ്ഞുനാളിൽ പഠിച്ചതെല്ലാം മറന്നു പോയോ? വിശ്വാസത്തിൻ ദീപമെല്ലാം അണഞ്ഞു പോയോ? പാടിക്കേ. പൊന്നു കുഞ്ഞേ ദൈവസ്നേഹം മറന്നിടല്ലേ, ദൈവമല്ലാതാരു നിന്നെ രക്ഷിക്കാനുള്ളൂ. ഈ പാട്ടിനെ കുറിച്ച് ഒത്തിരി പേര് ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്തെല്ലാം ഫീഡ്ബാക്കുകളാണെന്നറിയോ വന്നിരിക്കുന്നത്? അതായത് ഞാൻ ഒരിക്കലും ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ, വല്ലാർപാടത്ത് ചെന്നതാ, വല്ലാർപാടം പള്ളിയിൽ വിസിറ്റ് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ ഒരു വ്യക്തി എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, പീറ്റർ അല്ലേ? അത് അപ്പം എൻ്റെ കരം പിടിച്ചിട്ട് ഷെയ്ക്കാൻ്റെ വന്നിട്ട് ആ ബുക്ക് സ്റ്റാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഞാൻ അവിടുത്തെ ബുക്ക് സ്റ്റാളിൽ ബുക്സും CD-കളൊക്കെ ഒന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇദ്ദേഹം കടന്നു വന്നത്. അങ്ങനെ ഞാൻ എൻ്റെ കരം പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. അതിനുശേഷം കുറേ നേരം അദ്ദേഹം സംസാരിക്കുന്നില്ല, കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ചോദിച്ചു, എന്താ കരയുന്നേ? എനിക്ക് താങ്കളെ കണ്ടപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ ദൈവിക ഇടപെടലിനെ കുറിച്ച് പറയാനായിട്ട് എനിക്ക് വാക്കുകൾ വരുന്നില്ല. കാരണം സന്തോഷം കൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, എന്താ ഉണ്ടായ അനുഭവം? അപ്പം അദ്ദേഹം പറഞ്ഞു, വർഷങ്ങളായിട്ട് പൈൽസിൻ്റെ അസുഖം ഇദ്ദേഹത്തെ വേട്ടയാടുന്നുണ്ടായിരുന്നു. അപ്പോൾ പല മരുന്നുകളും കഴിച്ചു, ഒത്തിരി ഇംഗ്ലീഷ് മരുന്നുകൾ, ആയുർവേദം, ഹോമിയോ എല്ലാം കഴിച്ചു. പക്ഷേ ഒരു മരുന്നിനും ഇദ്ദേഹത്തിൻ്റെ അസുഖത്തെ എടുത്തു മാറ്റുവാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ നിരാശയിലിരിക്കുമ്പോഴാണ് ഏതോ ഒരു വ്യക്തി കൊടുത്ത ആൽബമാണ് ശാലോം. ശാലോം എന്നാണ് ഈ ആൽബത്തിൻ്റെ പേര്. ഈ ആൽബത്തിലാണ് ഒന്ന് വിളിച്ചാൽ ഓടി എൻ്റെ അരികിലെത്തും ഈ പാട്ടുള്ളത്. അങ്ങനെ ഈ പാട്ട് കേട്ടുകൊണ്ടിരിക്കെ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റമാണ് ഉണ്ടായത്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടായി കഴിഞ്ഞപ്പോൾ പിന്നീട് പൈൽസ് എന്ന ഈ അസുഖം ദൈവം എടുത്തു മാറ്റി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ഈ പാട്ട് കേട്ടതിന് ശേഷമാണ് ദൈവത്തെ കൂടുതൽ തേടാനായിട്ടും ദൈവവചനം വായിക്കുവാനായിട്ടും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ മനസ്സിന് ഒരു ഒരുക്കം വന്നു. അതിനുശേഷം ഇദ്ദേഹം ബൈബിൾ സ്റ്റഡി ചെയ്യാൻ തുടങ്ങി. അനേകം വ്യക്തികൾക്ക് ഈശോയെ പകർന്നു കൊടുക്കാൻ തുടങ്ങി. അനേകം വ്യക്തികളെ ധ്യാന കേന്ദ്രങ്ങളിൽ എത്തിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഈശോയുടെ ദൈവരാജ്യ ശുശ്രൂഷകനായിട്ട് മാറുകയുണ്ടായി. പ്രിയമുള്ളവരെ, ഇദ്ദേഹം ഈ അനുഭവം പറയുമ്പോൾ സത്യത്തിൽ അദ്ദേഹം കരയുന്നുണ്ട്, ഉള്ളിൽ തേങ്ങുന്നുണ്ട്, സന്തോഷക്കണ്ണീരാ. ഇത് കേൾക്കുമ്പോൾ ഞാനും ഉള്ളിൽ സന്തോഷത്തോടുകൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട്. എന്നെയൊക്കെ ഇങ്ങനൊരു നിയോഗമായിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഉപകരണമായിട്ട് ദൈവം മാറ്റിയപ്പോൾ ദൈവത്തിന് എന്തെല്ലാം പദ്ധതികളാണ് ഉണ്ടായിരുന്നത്. അതാണ് ഞാൻ പറയുന്നത്, ആദ്യം മുതൽ പറയുന്നത്.
ജെറമിയായുടെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുകയാണ്, അത് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നാശത്തിനല്ല മറിച്ച് ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കൊക്കെ ദൈവത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പ്രിയമുള്ളവരെ. നമ്മൾ ഉണർന്നില്ലെങ്കിൽ ഇനി ആരാ ഉണരുന്നു? ഏറിയാൽ 70 അല്ലെങ്കിൽ 80, ഇതിനപ്പുറത്തൊന്നും നമ്മുടെ ആയുസില്ല. ബൈബിളിൽ പറയുകയാണ്, സങ്കീർത്തനങ്ങൾ 90 പറയുകയാണ്, 90:10 എടുത്തു വായിച്ചോ. മനുഷ്യന്റെ ആയുഷ്കാലം എത്രയാണ് പരിമിതിപ്പെടുത്തിയിരിക്കുന്നത്? 70 അല്ലെങ്കിൽ 80, ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ചിലരൊക്കെ ദൈവാനുഗ്രഹം കൊണ്ട് ചിലവർക്കൊക്കെ നീട്ടിക്കിട്ടും 100 വയസ്സ് വരെയൊക്കെ. അതിനപ്പുറത്തോട്ടൊന്നും ആരും പോവില്ല. പ്രിയമുള്ളവരെ, ഓർക്കുക, എനിക്കും നിനക്കും ഒക്കെ ഈ ആയുസ് തന്നിട്ടുണ്ടെങ്കിൽ ഈ ആയുഷ്കാലം ഈശോയ്ക്ക് വേണ്ടി ഉപയോഗിച്ചില്ലെങ്കിൽ വ്യർത്ഥമാണ് ഈ ജീവിതം. ഈ ലോക കാര്യങ്ങൾക്ക് വേണ്ടി, ലൗകിക കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓടി നടക്കുകയാണ്. ലോകത്തിൻ്റെ പിന്നാലെ പല സ്വത്തുക്കളെയും പിടിച്ചടക്കുവാൻ, പലതും വെട്ടിപ്പിടിക്കുവാൻ. എന്തിനാ? നിസാര സമ്പത്തിന് വേണ്ടി സ്വന്തം സഹോദരങ്ങളോട് പോലും വിദ്വേഷവും വെറുപ്പും. എവിടെ ചെന്ന് അവസാനിക്കും? അവസാനം ഒന്നും എത്തപ്പെടാതെ ഒരു ദിവസം 6 അടി മണ്ണിൽ തീരുന്ന ജന്മമായി മാറുകയാണ് നമ്മൾ. പ്രിയമുള്ളവരെ, ഞാൻ പറയുകയാണ്, നിങ്ങളൊന്ന് ഏറ്റെടുക്ക്, നെഞ്ചിലേറ്റെടുക്ക്. യേശു ക്രിസ്തുവിന്റെ നിത്യരക്ഷ. എവിടെയാണ് നിത്യജീവൻ കിട്ടുന്നത്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയണം. ഇല്ല എങ്കിൽ നമുക്ക് യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായിട്ട് നമുക്ക് ഏറ്റു പറയാൻ പറ്റണം. അവിടെയാണ് നമുക്ക് നിത്യജീവൻ നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഈശോയെ ഉള്ളിൽ ഏറ്റെടുക്കുമ്പോൾ അനേകം വ്യക്തികൾക്ക് നമ്മൾ അനുഭവിച്ച യേശു ക്രിസ്തുവിൻ്റെ ആ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് സാക്ഷ്യപ്പെടുത്താൻ പറ്റും. ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ കാണാം, ഞങ്ങൾ പല രാജ്യങ്ങളിൽ ഇങ്ങനെ പോകുമ്പോൾ അവിടെയൊക്കെ ഏറ്റവും വീർപ്പ് മുട്ടുന്നത് യുവാക്കളാണ്. യുവജനങ്ങൾ എവിടെ ചെല്ലണം, എവിടെ ആശ്വാസം കിട്ടുക, എവിടെയാണ് എന്താ പറയുക റിലീഫ് കിട്ടുക, ഓടി നടക്കുക. ആരുമില്ല അവർക്കൊന്നും പകർന്നു കൊടുക്കുവാനായിട്ട്. പ്രിയമുള്ളവരെ, ഞങ്ങൾ ഈ സുവിശേഷവുമായി കടന്നു ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ അവരുടെ ഇടയിലുള്ള അനുഭവങ്ങൾ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് വിഷമം വരും. ആരുമില്ലല്ലോ ഇവർക്കൊന്നും വചനം പകർന്നു കൊടുക്കുവാൻ, ഇവർക്കൊന്നും എന്താ പറയുക ദൈവത്തെക്കുറിച്ച് പകർന്നു കൊടുക്കുവാൻ. നമ്മളാണ് ഇനി നമ്മുടെ മക്കളെ വാർത്തെടുത്ത് വിടണം. ആദ്യം നമ്മൾ നന്നാവണം. നമ്മൾ നന്നായെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മളുടെ മക്കൾ നമ്മളെ അനുസരിക്കൂ. ഇല്ലെങ്കിൽ നമ്മൾ കാണിച്ചു കൊടുക്കാത്ത ജീവിതം, അതായത് അനുഭവമാണ് നമ്മുടെ മക്കള് സ്റ്റഡി ചെയ്യുന്നത്. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം ഈശോയെ സ്വീകരിച്ചിട്ടുണ്ട്, ഈശോയുടെ ഹിതമനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്, വിശുദ്ധ ബലി അർപ്പിക്കുന്നുണ്ടോ, വ്യക്തിപരമായ പ്രാർത്ഥന ചെല്ലുന്നുണ്ടോ? ഇതൊന്നുമില്ല. ജപമാല പോലും ചെല്ലാത്ത കുടുംബങ്ങളാണ് പല കുടുംബങ്ങളും. അപ്പോൾ ജപമാലയൊക്കെ ചെല്ലുമ്പോൾ ഈശോയുടെ വലിയ കരുണയാണ് ഒഴുകുന്നത്. അതുപോലെ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇടയ്ക്കൊന്ന് പോയിരിക്കെ, അപ്പോൾ ദിവ്യകാരുണ്യനാഥൻ്റെ കൃപ കിട്ടും. നമുക്ക് ഒത്തിരി കൃപയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഇത് നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ തലമുറ, നമ്മുടെ മക്കൾ നമ്മളെ അനുകരിക്കും. നമ്മൾ കാണിച്ചില്ല എങ്കിൽ നീ പോയി കുർബാന കൂട്, അല്ലെങ്കിൽ നീ പോയി ധ്യാനം കൂട് എന്ന് പറഞ്ഞ് അവനെ വിട്ടാൽ അവൻ പോവില്ല. ആദ്യം നമ്മളെ ചെയ്ത്. അപ്പൊ ഈശോയെ ഉള്ളിലേറ്റെടുക്കുവാനുള്ള ഒരു ധൈര്യം നമുക്കുണ്ടാവണം. അവിടെയാണ് ഈശോയുടെ കൃപ കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, ഞാനിങ്ങനെ മുന്നോട്ട് പോയപ്പോൾ വേണമെങ്കിൽ എനിക്ക് സിനിമാ മേഖലയിൽ എൻ്റെ കഴിവുകൾ കൊടുക്കാമായിരുന്നു. എത്രയോ വ്യക്തികൾ വന്ന് പറഞ്ഞതാണ്. കേരളത്തിലൊരു ഫേമസ് മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരു ഫേമസ് ഡയറക്ടർ എന്നെ ഒരിക്കൽ ഡിവൈനിൽ വെച്ച്, ഞങ്ങൾ ആ ഡയറക്ടർക്കും ഉണ്ടായിരുന്നു അവാർഡ്, എനിക്കും ഉണ്ടായിരുന്നു അവാർഡ്. അപ്പോൾ അവാർഡെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ ചെറിയൊരു ടെസ്റ്റ് മണി ഞാൻ അന്ന് കൊടുത്തുള്ളൂ. അതിനുശേഷം ഞാൻ പുറത്തോട്ട് വന്നപ്പോൾ അദ്ദേഹം എൻ്റെ അടുക്കൽ വന്നിരുന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചത് ഇതാണ്: പീറ്ററേ, എനിക്കറിയില്ലായിരുന്നു താങ്കളാണ് ഈ പാട്ടുകളൊക്കെ ചെയ്തതെന്ന്. ഞാൻ കുറേ പാട്ടുകൾ ഇങ്ങനെ കോർത്തിണക്കിയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ പാട്ടുകളെല്ലാം കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഏറ്റവും കൂടുതൽ ഈ പാട്ടുകളുടെ CD-കൾ കൊണ്ടുവന്ന് വണ്ടിയിൽ ഇട്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഇദ്ദേഹം കേൾക്കാനിടയായത്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ ഈ പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ പീറ്ററാണ് ഇത് ചെയ്തതെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്തായാലും പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഇത്രയും ഇമ്പകരമായ ട്യൂണുകളൊക്കെ പീറ്റർ ക്രിസ്ത്യൻ ഡിവോഷണൽ രംഗത്ത് കൊടുത്തെങ്കിൽ പീറ്ററിൻ്റെ കഴിവ് സിനിമാ രംഗത്ത് എത്രയോ തിളങ്ങുന്ന മ്യൂസിക് നൽകാൻ പറ്റുമെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. പീറ്റർ ചെയ്യണം. ഇനി എൻ്റെ ഒരു പ്രൊഡക്ഷൻ വന്നാൽ പീറ്ററിന് ഞാൻ ചാൻസ് തരും, വിളിച്ചാൽ വരുമോ എന്ന് ചോദിച്ചു.
ഞാൻ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, താങ്കളുടെ ക്ഷണം ഞാൻ സ്വീകരിക്കുന്നു, പക്ഷേ അതോടൊപ്പം ദൈവത്തെ ഓർത്ത് ഞാനത് സന്തോഷത്തോടു കൂടി എന്താ പറയുക, നിരാകരിക്കുന്നു എന്ന് പറയേണ്ടി വന്നു. കാരണം മറ്റൊന്നുമല്ല, എനിക്ക് താങ്കളുടെ ക്ഷണത്തെ ഞാൻ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു എങ്കിലും എന്നെ വിളിച്ചിരിക്കുന്ന വിളിയും നിയോഗവും എൻ്റെ ആ ഫീൽഡും ഒക്കെ ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. എങ്കിലും അദ്ദേഹം പറഞ്ഞു, പീറ്റർ ഒരാൽബം അങ്ങനെ പരാജയപ്പെട്ടു എന്ന് കരുതി പീറ്റർ ഇനി ചെയ്യാതിരിക്കരുത്, ഇനിയും അനേകം അതുപോലത്തെ ആൽബങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള പാട്ടിനോടുള്ള ആഗ്രഹവും അതിനോടുള്ള സ്നേഹവും കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ എനിക്കറിയാമല്ലോ എന്നെ വിളിച്ചിരിക്കുന്ന എൻ്റെ ഈശോയുടെ പദ്ധതിയും സ്നേഹവും എന്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ് മനസ്സിലാക്കി, ഇതുകൊണ്ടാണ്, ഒന്നും വിചാരിക്കരുത്. അങ്ങനെ അദ്ദേഹം പോവുകയും ചെയ്തു. ഇതുപോലെ പല വ്യക്തികളും എന്നെ ആ ഫീൽഡിലേക്ക് വിളിക്കുന്നുണ്ട്. എൻ്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ പെട്ടെന്ന് പോയി ചെയ്ത. പ്രിയമുള്ളവരെ, ഇത്രയേ ഉള്ളൂ. ഈ ലോക സുഖമോഹങ്ങളെല്ലാം കടന്നു പോകും. മാനവൻ നേടിയ നേട്ടങ്ങളെല്ലാം തകർന്നു വീഴും. എന്നാൽ ദൈവത്തെ നേടിയില്ല എങ്കിൽ ജീവിതം വ്യർത്ഥമാണ്, വട്ടപൂജ്യമാണ്. അത്രയേ ഉള്ളൂ. ഞാൻ അതൊക്കെ കൊണ്ടാണ് ഇന്നും ഈ രംഗത്ത് പിടിച്ചു നിൽക്കുന്നത്. ഒത്തിരി വിഷമങ്ങളിലൂടെ കടന്നുപോയ സിറ്റുവേഷനുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, സാഹചര്യങ്ങൾ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആത്മീയ രംഗത്ത് അത്ര എളുപ്പമല്ല ഇങ്ങനെ നിലനിന്ന് പോകാൻ? ഒത്തിരി പ്രാർത്ഥന വേണം, ഒത്തിരി പേരുടെ സപ്പോർട്ട് വേണം. ചിലരൊക്കെ നമ്മളെ പരിഹസിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ആ പരിഹസിക്കുന്നവരുടെ പരിഹാസം കേട്ട് വീണു പോകാനുള്ളതല്ല നമ്മുടെ ജന്മം. പരിഹസിക്കുന്നവർ പരിഹസിച്ചോട്ടെ, അതൊന്നും നമ്മൾ ഈ ചെവി കൂടി കേട്ട് ഈ ചെവി കൂടി കളഞ്ഞേക്കുക, അതൊന്നും മൈൻഡ് ചെയ്യരുത്. ഈ മേഖലയിൽ പരിഹസിക്കുന്നവരായിരിക്കും കൂടുതൽ. അത് ഏറ്റെടുക്കാൻ കഴിവുണ്ടെങ്കിൽ മാത്രമേ ഇറങ്ങി തിരിച്ചാൽ മതി. അതുകൊണ്ടാണ് വചനം പറയുന്നത്, മനുഷ്യപുത്രൻ നിമിത്തം നിങ്ങൾ ദ്വേഷിക്കപ്പെടാം, അവഹേളിക്കപ്പെടാം, നിങ്ങളുടെ പേര് ദുഷിച്ചതായി കരുതി നിങ്ങളെ തള്ളിക്കളയാം. പക്ഷെ അപ്പൊ നിങ്ങൾ ഓർത്തോ, നിങ്ങൾക്ക് സ്വർഗത്തിൽ വലിയ പ്രതിഫലമായിരിക്കും തരുന്നത്, വലിയ അനുഗ്രഹമായിട്ട് നിങ്ങൾക്ക് തരുന്നത്. ഈ അനുഗ്രഹത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഇല്ലെങ്കിൽ വെറുതെയാകും നമ്മുടെ ജീവിതം. നമുക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാം. ദൈവത്തെ മറന്നു കുഞ്ഞെ ജീവിക്കരുതേ. ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും. കണ്ണുകളടച്ച് ഈശോയെ ഒന്ന് നെഞ്ചിലേറ്റെടുത്തേ. ഈശോയെ ഒന്ന് നെഞ്ചിലേറ്റെടുക്കുക. ദൈവം തന്ന ഈ സുന്ദരമായ ജീവിതത്തെ നമുക്ക് ഉള്ളിലേറ്റെടുക്കാം. വലിയ അനുഗ്രഹമാണ് കടന്നു വരാൻ പോകുന്നത്. കണ്ണുകൾ അടച്ച് ഈ നിമിഷം ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി ദൈവമക്കളെ ദൈവം സ്പർശിക്കും. കർത്താവിൻ്റെ കരുണയൊഴുകും. ആ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മുടെ ഹൃദയം ഒന്ന് വിട്ടുകൊടുത്തേ. ഉള്ള് തുറന്നൊന്ന് ദൈവത്തെ ഒന്ന് വിളിച്ചേ. ഒരു കാര്യം ഓർക്കുക, നമ്മളെ ഒരു വിവാഹ വീട്ടിലേക്ക് ക്ഷണിക്കപ്പെടാതെ നമ്മൾ ആരും ചെല്ലില്ല, ശരിയല്ലേ? അപ്പൊ നമ്മൾ ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കാതെ ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോ കടന്നു വരില്ല. നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ സാത്താനെ പൂജിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും നന്മയായ സത്യമുള്ള വഴിയും സത്യവും ജീവനുമായ ആ സത്യദൈവത്തിന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മൾ ഉള്ളിൽ ഏറ്റെടുത്തിട്ടുള്ള നെഗറ്റിവിറ്റിയെ, ആ സാത്താന്റെ കുടില തന്ത്രങ്ങളെ എല്ലാം ഉപേക്ഷിച്ചാൽ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ആ ഈശോയെ നമുക്ക് നെഞ്ചിലേറ്റെടുക്കാം. ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ. ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും. ഒന്നുകൂടെ പാടി. ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ.
ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും. കുഞ്ഞുനാളിൽ പഠിച്ചതെല്ലാം മറന്നു പോയോ? വിശ്വാസത്തിൻ ദീപമെല്ലാം അണഞ്ഞു പോയോ? പൊന്നു കുഞ്ഞേ, ദൈവസ്നേഹം മറന്നിടല്ലേ. ദൈവമല്ലാതാരു നിന്നെ രക്ഷിക്കാനുള്ളൂ. ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ. ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും. ഈ ലോക സുഖമോഹങ്ങളെല്ലാം കടന്നു പോകും. മാനവൻ നേടിയ നേട്ടങ്ങളെല്ലാം തകർന്നു വീഴും. എന്നാൽ നീ ദൈവത്തെ നേടിയ രക്ഷ പ്രാപിക്കും. ലോക സുഖമോഹമെല്ലാം കടന്നു പോകും. മാനവന്റെ നേട്ടമെല്ലാം തകർന്നു വീഴും. ദൈവത്തെ നീ ആശ്രയിച്ച രക്ഷ നേടിടും. ഈ ലോകത്തിൽ ധന്യമാകും നിന്റെ ജീവിതം. ദൈവം നൽകും ദിവ്യസ്നേഹം എത്ര സുന്ദരം. ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ. ഇന്നു മുതൽ നമുക്ക് ഒരു തീരുമാനമെടുക്കാം. ഇനി ഞാൻ ഈശോയ്ക്ക് വേണ്ടി മുന്നോട്ട് വെച്ച കാല് ഇനി ബാക്കൗട്ട് ഇല്ല എന്നുള്ള ഒരു തീരുമാനമെടുത്തേ. ഇന്നു മുതൽ നമ്മളൊന്ന് തീരുമാനിക്കണം, നമുക്ക് എന്തൊക്കെ കഴിവുകളാണ് ദൈവം തന്നിരിക്കുന്നത് എന്ന് തിരിച്ചറിയാം. ഈ കഴിവുകളെ എപ്രകാരം ഈശോയ്ക്ക് വേണ്ടി കൊടുക്കാമെന്നൊന്ന് തിരിച്ചറിയണം, തീരുമാനിക്കണം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒത്തിരി ജീവിതങ്ങളെ നമുക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ പറയുകയാണ്, ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ പിതാവായ ദൈവം നട്ടുവളർത്തിയ ഒരു മുന്തിരിച്ചെടിയായിട്ട് ഈശോയെ വിശേഷിപ്പിക്കുക. അവിടെ ഈശോ പറയുന്നതാണ്, ഞാനാകുന്ന മുന്തിരിച്ചെടിയിൽ നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ ശാഖകളായ നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കും. അപ്പൊ ഈശോയാകുന്ന മുന്തിരിച്ചെടിയോട് നമുക്ക് ഓരോരുത്തർക്കും ചേർന്ന് നിൽക്കുവാനായിട്ട് ശ്രമിക്കാം. ഇന്നു മുതൽ ഈശോയാകുന്ന മുന്തിരിച്ചെടിയുടെ ഒരു ശാഖയായിട്ട് ഓരോരുത്തരും മാറണം. അപ്പോൾ പിതാവായ ദൈവം എന്ത് ചെയ്യും? ഈ ശാഖകളെ വെട്ടിയൊരുക്കും. എന്തിനു വേണ്ടിയാ? നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന, എന്താണ്, കൂടുതൽ കായ്ക്കുന്ന കൊമ്പുകളായിട്ട് അല്ലെങ്കിൽ ശിഖരങ്ങളായിട്ട് ഈശോ വെട്ടിയൊരുക്കുന്ന ഒരു അനുഭവം ഉണ്ടാവും. അങ്ങനെ ഈ വെട്ടിയൊരുക്കുന്ന അനുഭവത്തിലേക്ക് നമ്മൾ വളരാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടാവും. ഇല്ലെങ്കിൽ വട്ടപൂജ്യമായി. അപ്പൊ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്ന വിധം നമുക്ക് നമ്മളെ കൊടുക്കാം. ഇന്ന് ശുശ്രൂഷാരംഗത്ത് ആരുമില്ല,
വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ പറയുകയാണ്, വിളവധികം വേലക്കാരോ ചുരുക്കം. എവിടെയാ പറയുന്നത്? 9-ാം അധ്യായത്തിൽ 37 ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. പ്രിയമുള്ളവരെ, വിളവധികം വേലക്കാരോ ചുരുക്കം. അതുകൊണ്ട് വിളവിന്റെ നാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം, അങ്ങയുടെ വിളഭൂമിയിലേക്ക് അനേകം വേലക്കാരെ അയക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഇറങ്ങി തിരിച്ചില്ല എങ്കിൽ ഇനി ആരും ഉണ്ടാവില്ല. കുറച്ച് അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയും ഭരമേൽപ്പിച്ചിട്ടുള്ള ദൗത്യമാണ് സുവിശേഷ വേല എന്ന് നിങ്ങൾ കരുതരുത്. സഭയോട് ചേർന്ന് നിന്ന് അഭിവന്യ പിതാക്കന്മാരോട്, വൈദിക ശ്രേഷ്ഠന്മാരോട്, സിസ്റ്റേഴ്സിനോടൊക്കെ ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഈശോയെ നമുക്ക് മഹത്വപ്പെടുത്തുവാനായിട്ട് സാധിക്കണം. അങ്ങനെ വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ഇത്രയും നേരം ദൈവം ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. ഇരുകരങ്ങളൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിയേ. വലിയ കൃപയൊഴുകും. നമുക്കൊക്കെ തന്നിരിക്കുന്ന ഈ കഴിവിനെ എല്ലാം ഈശോയിലേക്ക് കൊടുത്തിട്ട് നമുക്കൊന്ന് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ദൈവമേ, ദൈവരാജ്യ മഹത്വത്തിന് വേണ്ടി എന്നെ തിരഞ്ഞെടുക്കണമേ. അനേകം വ്യക്തികളെ മാറ്റിയെടുക്കുവാൻ എന്നെ ഉപയോഗിക്കണമേ. ഈശോയെ നന്ദി. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ. സ്തുതിച്ചേ, സ്വരമുയർത്തി സ്തുതിച്ചേ. ദൈവമേ, ഇറങ്ങി വരണമേ. അഭിഷേകം കൊടുക്കട്ടെ. ദൈവമേ, ഈ ടെസ്റ്റിമണി കേൾക്കുന്ന, ഈ അനുഭവ സാക്ഷ്യം കേൾക്കുന്ന എല്ലാ വ്യക്തികളിലേക്കും ഈശോയുടെ കൃപ കൊടുക്കട്ടെ. ഈശോയുടെ അനുഗ്രഹമാരി ഒഴുകട്ടെ. എല്ലാ നെഗറ്റിവിറ്റി മാറിപ്പോകട്ടെ. സത്താന്റെ കുടില തന്ത്രങ്ങൾ മാറിപ്പോകട്ടെ. ഈശോയുടെ നാമത്തിൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, ശക്തി പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാധിരാജൻ എഴുന്നള്ളുന്നു. ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാധിരാജൻ എഴുന്നള്ളുന്നു. വിനീതനാ യേശുനാഥൻ നിന്നെ തേടി അണഞ്ഞിടുന്നു. കരഘോഷമോട് സ്തുതിച്ചിടുവിൻ, ഹല്ലേലൂയ ഗീതി പാടിടുവിൻ. ഓസ്ലേമിന്റെ രക്ഷകനായവൻ ദാവീദിൻ പുത്രനെ വാഴ്ത്തുവിൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.